നമസ്കാരം ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ സിംഗിൾ സ്റ്റോർഡ് ബിൽഡിംഗ് നമുക്ക് വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. നമുക്ക് എലിവേഷൻ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു എലിവേഷനാണ് വീടിന് വന്നിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഒരുപാട് വില്ലാസൊക്കെ ഇങ്ങനെ പണി തീർന്ന് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വില്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെയാണ് നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ ഫ്ലോർ പ്ലാൻ നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷൻ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. നമുക്കൊരു കേബിൾ റൂഫാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലും ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ സ്ലൈഡിങ് ബാർസും കാര്യങ്ങളും കൊടുത്ത് ടെറാക്കോട്ട മെറ്റീരിയൽ ഉൾപ്പെടെ നമുക്ക് വെച്ചാണ് നമുക്ക് എലിവേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഒരു പ്രത്യേക ഒരു രീതിയിലുള്ള അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു എലിവേഷൻ തന്നെയാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. ഡീറ്റെയിൽസോടെ കിടക്കുന്നതിന് മുൻപേ നമ്മൾ ഈ വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളും വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പ്രാവച്ചമ്പലം മച്ചയിൽ ആണ് നമുക്ക് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം മാറിയാണ് വീട് വന്നിരിക്കുന്നത്. പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത്. നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നോക്കുവാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 13 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ലൊക്കേഷൻ വരുന്നത്. കാണുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള മനോഹരമായ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വീടാണ് ഇത്. 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റാണ്. 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ പണിതിരിക്കുന്ന നല്ല മനോഹരമായ വീട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്കപ്പം കളക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ കണ്ടോ, ഒരു കേബിൾ റൂഫ് നമുക്ക് കാര്യങ്ങൾ കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് സ്ലൈഡ് ബാർസ്, ഈ ഭാഗത്ത് നമുക്ക് സ്ലൈഡ് ബാർസും ഇത് നമുക്ക് ടെറാക്കോട്ട മെറ്റീരിയലാണ്. അപ്പോൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി എലിവേഷനാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നമുക്ക് ടാറിട്ട ഫ്രണ്ടേജാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരു 4 മീറ്റർ വീതിയുള്ള റോഡാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. എൻട്രൻസ് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലിയ വിശാലമേറിയ വലിയ വണ്ടികളൊക്കെ നമുക്ക് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഫ്രണ്ടേജ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അത് കയറുമ്പോൾ തന്നെ ഫുൾ ഇൻ്റർലോക്ക്ഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതെല്ലാം ഫുൾ ഇൻ്റർലോക്കാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കിണറാണ്. കിണറിൻ്റെ സ്ഥാനം നമുക്കിവിടെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലമൊക്കെ നമുക്ക് ഗ്ലാഡിങ് ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റൗട്ട് നമുക്ക് 6x4 ഡയമെൻഷൻ വരുന്നത്. ഈ കാണുന്നതാണ് സിറ്റൗട്ടിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഗ്ലാഡിങ് ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് നമുക്കെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളും നമുക്കിവിടെ വന്നിട്ടുണ്ട്. മുകളിലായിട്ട് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. വുഡൻ പാറ്റേൺ ഫിനിഷിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോർ നമുക്ക് ഈ കാണുന്നതാണ് ഫ്രണ്ട് ഡോർ. പ്ലാവിൻ്റെ അടിയിലാണ് നമുക്ക് ഫ്രണ്ട് ഡോർ എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഡിസൈനാണ് നമുക്ക് ഫ്രണ്ട് ഡോർ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ സിറ്റൗട്ടിൽ നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാം. സിറ്റൗട്ട് നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എൽ ഷേപ്പ് മോഡൽ വരുന്ന ഒരു ഹോളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സോഫ പോലത്തെ ഒരു സംഭവം, അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. നമുക്ക് മൂവബിളാണ് ഈ ഒരു സംഭവം. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് ക്വാളിറ്റി ആയിട്ട് വരുന്ന കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അട്രാക്റ്റീവായി തോന്നുന്ന ഒരു TV യൂണിറ്റ് ഫുൾ നമുക്ക് പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് TV യൂണിറ്റ് നല്ല മനോഹരമായൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹോളിൻ്റെ ഡയമെൻഷൻ വരുമ്പോഴത്തേക്കും 15x10 നമുക്ക് ഈ ഹോളിൻ്റെ ഡയമെൻഷൻ വരും. നമുക്ക് എൽ ഷേപ്പ് മോഡലൊരു ഹോളാണ് കൊടുത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതുവരെ നമുക്ക് ഹോളിൻ്റെ ഒരു സ്ഥലം നമുക്ക് വന്നിട്ടുണ്ട്. 15x10 ഡയമെൻഷൻ വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു വ്യൂ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം
ഇങ്ങനെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഇത് നമുക്കൊരു കീ ഹോൾഡറും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു TV യൂണിറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഈ ഒരു ഭാഗം വരെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടെ നമുക്ക് താഴെ കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഒരു ഫാൻസി ലൈറ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് ഫോൾ സീലിംഗ് വർക്ക്, സ്പോട്ടർ ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ ചാനലും യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് വുഡൻ വർക്കും കാര്യങ്ങളും വുഡൻ വരുന്ന ഫോൾ സീലിംഗ് വർക്ക് വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഒരു ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഈ കാണുന്ന പാർട്ടീഷൻ കഴിഞ്ഞിട്ടുള്ള ഏരിയ ആണ് നമുക്ക് ഡൈനിങ് വരുന്നത്. പാർട്ടീഷൻ എല്ലാം നമുക്ക് ഒരു ഓപ്പൺ സ്പേസ് പോലെ നമുക്ക് വന്നിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് പോകുന്നതിന് മുന്നെയാണ് നമുക്കൊരു വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വീട്ടിനകത്ത് കയറുന്ന ഒരാൾക്ക് പെട്ടെന്ന് കാണാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഷ് കൗണ്ടർ ഏരിയ എല്ലാം നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല എലഗൻറ്റ് രീതിയിൽ തന്നെയാണ് ഇതെല്ലാം വർക്കെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് നമുക്കിവിടെ വാഷ് ബേസിനിലായിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് അജയയുടെ നമ്മൾ ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് നമുക്ക് വരുമ്പോൾ 10x8 നമുക്ക് ഡൈനിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. ഈ ചുമരെല്ലാം നമുക്ക് ഈ ഒരു ഭാഗം നോക്കുമ്പോൾ ചുമരെല്ലാം നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു വോളാണ് ഈ കാണുന്നത്. മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡൻ പാറ്റേൺ ഉൾപ്പെടെ നമുക്ക് സ്പോട്ടർ ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ് ചാനൽ യൂസ് ചെയ്താണ് ഡെക്കറേഷനായിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. കിച്ചണിലോട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ കിച്ചൺ നമുക്കൊരു ഓപ്പൺ കിച്ചൺ മോഡലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഓപ്പൺ കിച്ചൺ രീതിയാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പം കിച്ചണിലോട്ട് പോവുകയാണെങ്കിൽ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 10x8 കിച്ചണിൻ്റെ ഡയമെൻഷൻ. നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചൺ എല്ലാം പണി ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ സ്മാർട്ട് സിങ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം. ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് വരുമ്പോഴത്തേക്കും 12x10 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൂമാണ് ഈ കാണുന്നത്. ഈ ഒരു വോള് മുഴുവൻ നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ലൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പാറ്റേൺ കാര്യങ്ങളും നല്ല വിസിബിളായിട്ട് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് വന്നിരിക്കുന്നത്. വാർഡ്രോബ്സ് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉൾപ്പെടെ നമുക്ക് ഈ വാർഡ്രോബ്സിനോട് ചേർന്നാണ് ചെയ്തിരിക്കുന്നത്. ഒരു സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ പണിതാണ് നമുക്ക് വച്ചിട്ടുള്ളത്. ഇത് നമുക്ക് മൂവബിളാണ്. അകത്തോട്ട് നമുക്ക് നീക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അടിയിൽ നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ വെച്ച് അകത്തോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു അലമാരയുടെ ഒരു പോർഷൻ പോലെയാണ് ഇരിക്കാൻ ഒതുക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിന്റെ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ 10x12 ഡയമെൻഷൻ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്ക് ചെയ്ത് തന്നെയാണ് ഈ ഒരു വോൾ നമുക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പാറ്റേൺ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് വിസിബിളായിട്ട് വന്നിട്ടുണ്ട്. മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വരുമ്പോഴത്തേക്കും വാർഡ്രോബ്സ് ആണ്. അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാർഡ്രോബ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും നമുക്ക് സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് മൂവബിൾ ആണ്.
അതുപോലെ തന്നെ നമുക്ക് ഒതുക്കി അകത്തോട്ട് വയ്ക്കാൻ പറ്റുന്ന അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റൂമിലത്തെ വാർഡ്രോബ്സ് വരുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമും. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം. ഇത് നമുക്ക് വന്നിരിക്കുന്നത് 12x12 വരുന്ന ഡയമെൻഷൻ വരുന്ന ഒരു ബെഡ്റൂമാണ്. ടെക്സ്ചർ വർക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വോളിൽ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു സിംഗിൾ സ്റ്റോർഡ് ബിൽഡിംഗ് ആണ് നിങ്ങളിപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനോഹരമായൊരു വീടാണ് ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് റെഡി ടു മൂവ് ഓൺ ആണ് ഈ വീട് വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് പണിതിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വരുന്ന 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് വെറും 46 ലക്ഷമാണ്. തികച്ചും നെഗോഷ്യബിൾ ആണ്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഈ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 46 ലക്ഷം ഫെയർ പ്രൈസ് തന്നെയാണ്. 46 lakhs അതിനൊക്കെ തികച്ചും നെഗോഷ്യബിൾ കൂടെയാണ്. അപ്പോൾ ജസ്റ്റ് വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.